ജോൺ ഓഫ് ആർക്ക് ഫ്രാൻസിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഇംഗ്ലീഷ് സൈന്യത്തെ ഫ്രാൻസിൽ നിന്നും തുരത്തുവാൻ തുനിഞ്ഞിറങ്ങിയ 17-കാരിയാണ് ജോൺ ഓഫ് ആർക്ക്. ഇംഗ്ലീഷ് പടയുടെ മുന്നേറ്റത്തിൽ ഭയന്നിരുന്ന ഫ്രാൻസ് സൈന്യത്തിന് പുത്തൻ ഉണർവ് നൽകിയത് ജോൺ ഓഫ് ആർക്ക് ആയിരുന്നു. ധൈര്യശാലികളായ സൈനിക മേധാവികൾ പോലും ഭയന്ന് പിന്മാറുന്ന ദിനങ്ങളിൽ അനേക കടമ്പകൾ കടന്ന് ചാൾസ് 7-ാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഈ 17-കാരി തൻ്റെ ധൈര്യം അറിയിച്ചു. തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് ദൈവമാണെന്നും തനിക്ക് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം നൽകണമെന്നും അവൾ അറിയിച്ചു. പട്ടാള വേഷം ധരിച്ച് കുതിരപ്പുറത്ത് വാളുമായി തുറന്ന സ്ഥലത്തും പതിയിരുന്നും ജോൺ ഓഫ് ആർക്ക് ഇംഗ്ലീഷ് പടയെ തുരത്തുവാൻ തുടങ്ങി. ഓർലിയൻസിൽ നിന്നും തുടങ്ങിയ വിജയം പല മേഖലകളിലേക്കും പടർന്നു. അവളുടെ വരവ് മൂലം ഫ്രഞ്ച് പടയാളികൾക്ക് പുതിയ ജീവൻ വെച്ചു. എന്നാൽ ഇംഗ്ലീഷ് പട ഈ ധൈര്യശാലിയായ പെൺപടയാളിയെ അധികം താമസിയാതെ പിടിച്ചു. അവളെ ജയിലിലടച്ച് വിസ്താരം തുടങ്ങി. അവൾ പോയ യുദ്ധക്കളത്തിലും ഒടുവിൽ കോടതിയിലും ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇംഗ്ലണ്ടിലെ കോടതി അവളെ യുദ്ധക്കുറ്റം മാത്രമല്ല, ദൈവദൂഷണം പറയുന്നു എന്ന കുറ്റവും ചുമത്തി. ദൈവദൂഷണം പറയുന്നവർക്ക് കോടതി ക്രൂരമായ ശിക്ഷയായിരുന്നു നൽകിയത്. കോടതി അവളോട് ഒരു ചോദ്യം ചോദിച്ചു: നീ ദൈവത്തിൻ്റെ കൃപയിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുണ്ടോ? ആ ചോദ്യം അവളെ കുടുക്കുവാനായിരുന്നു ചോദിച്ചത്. കാരണം സഭ അന്ന് വിശ്വസിച്ചത് ദൈവകൃപയിലാണ് ഒരാൾ ആയിരിക്കുന്നതെന്ന് ആർക്കും ഉറപ്പിച്ചു പറയുവാൻ സാധ്യമല്ല എന്നതായിരുന്നു. ദൈവത്തിന് മാത്രമേ അത് പറയുവാൻ സാധിക്കൂ. ഒരുവൻ ദൈവകൃപയിലാണോ എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ചോദ്യത്തിന് മുൻപിൽ അവൾ അല്പം നിശബ്ദയായി. ദൈവകൃപയിലാണ് ഞാനെന്ന് പറഞ്ഞാൽ അവൾ സഭാകോടതിയിൽ കുറ്റക്കാരിയാകും. ദൈവകൃപയിലല്ല എന്ന് പറഞ്ഞാൽ അവൾ ദൈവകൃപ അർഹിക്കാത്ത യുദ്ധക്കുറ്റം ചെയ്തു എന്ന് അവൾ അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഏത് ഉത്തരം പറഞ്ഞാലും അവൾ ശിക്ഷിക്കപ്പെടും. എന്നാൽ അവൾ ഇങ്ങനെ പറഞ്ഞു: ഇഫ് ഐ ആം നോട്ട്, മേ ഗോഡ് പുട്ട് മീ ദെയർ, ആൻഡ് ഇഫ് ഐ ആം, മേ ഗോഡ് സോ കീപ് മീ. ഞാൻ ദൈവകൃപയിൽ അഥവാ അല്ലെങ്കിൽ ദൈവം എന്നെ ആ കൃപയിൽ ആക്കട്ടെ. ഞാൻ ദൈവകൃപയിൽ ആണ് എങ്കിൽ ദൈവം എന്നെ അവിടെ നിലനിർത്തട്ടെ. കോടതിയിൽ ആഴമായ ശാന്തതയുണ്ടായി. ദൈവശാസ്ത്രം അറിയാത്ത 19-കാരി ഇപ്പോൾ പറഞ്ഞത് ആഴമായ ദൈവശാസ്ത്രമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് നമുക്ക് ബോധ്യം വേണം. ആ ദൈവകൃപയിൽ നമ്മെ ആക്കുന്നതും അവിടെ നിന്നും വീഴാതെ നമ്മെ നിർത്തുന്നതും ദൈവകൃപയാണ്. ദൈവസ്നേഹത്തിൻ്റെ അനന്തമായ ആഴങ്ങൾ നാം അനുഭവിക്കുമ്പോഴും അവിടെ നാം നിൽക്കുന്നതിൻ്റെ കാരണം ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും അതിൻ്റെ മുന്നേറ്റവും അതിൻ്റെ അവസാനവും ദൈവകൃപയിലാണ് നിൽക്കുന്നത്. എന്നാൽ പലരും ദൈവകൃപയിലും ദൈവത്തോടുള്ള നന്ദിയിലും ആരാധനയിലുമൊക്കെ ജീവിതം ആരംഭിക്കുന്നു. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വയത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുന്നു. ദൈവകൃപയെ ഒരു മറവായി പിടിച്ച് സ്വയശക്തിയിൽ അവർ ആശ്രയിക്കുന്നു. എന്നാൽ നമുക്ക് ആ ദൈവകൃപ വേണം. നമ്മുടെ യുദ്ധദിനത്തിലും നമ്മുടെ സമാധാന ദിനത്തിലും ആ കൃപ വേണം. ആ ദൈവകൃപ നമ്മെ നിലനിർത്തുന്നു, പരിപോഷിപ്പിക്കുന്നു, വിജയത്തിലേക്ക് നടത്തുന്നു. ജോൺ ഓഫ് ആർക്കിനെ 1431 മെയ് മാസം 30-ാം തീയതി തൻ്റെ 19-ാം വയസ്സിൽ ഒരു തൂണിൽ കെട്ടിയിട്ട് തീയിട്ട് കൊന്നു. എന്നാൽ ജോണിൻ്റെ ധൈര്യത്തിൻ്റെ സ്വാധീനത്താൽ 100 വർഷത്തെ യുദ്ധം ഫ്രാൻസ് ജയിച്ചു. ഇന്നും ഫ്രാൻസിൽ മാത്രമല്ല, അനേകം ചരിത്ര പുസ്തകങ്ങളിലും സാഹിത്യങ്ങളിലും ദൈവകൃപയിൽ ആശ്രയിച്ച ജോൺ ഒരു ധീരവനിതയായി നിലനിൽക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും.